നമസ്കാരം. കേരളത്തിന്റെ വികസന തുടർച്ചകൾ അടുത്തറിയാൻ കേരള വിഷൻ ന്യൂസ് 140 നിയമസഭാ മണ്ഡലങ്ങളിലൂടെയും സഞ്ചരിക്കുകയാണ്. വികസന തുടർച്ച എന്ന ഈ പരിപാടിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ ആലപ്പുഴ നിയോജക മണ്ഡലത്തിലൂടെയും പാലക്കാട് ജില്ലയിലെ ഷൊർണൂർ നിയോജക മണ്ഡലത്തിലൂടെയും തൃശൂർ ജില്ലയിലെ ചേലക്കര നിയോജക മണ്ഡലത്തിലൂടെയും നമുക്ക് യാത്ര ചെയ്യാം. വികസന തുടർച്ചയുടെ ആദ്യത്തെ യാത്ര കായലും കടലും കനാലുകളും ഇഴചേർന്ന് കിടക്കുന്ന കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴ നിയോജക മണ്ഡലത്തിലൂടെയാണ്. സഞ്ചാരികളുടെ പറുദീസയായ ഈ നാടിന്ന് വികസനത്തിന്റെ പുതിയ തീരങ്ങളിലാണ്. കേരള സർക്കാരിന്റെ ഇച്ഛാശക്തിയും കിഫ്ബിയുടെ സാമ്പത്തിക പിന്തുണയും ആലപ്പുഴയുടെ സമഗ്ര മുന്നേറ്റത്തിന് കരുത്തേകുന്നു. ആലപ്പുഴ നഗരത്തിന്റെ ജീവനാഡികളാണ് ഇവിടുത്തെ കനാലുകളും കുടിവെള്ള സ്രോതസ്സുകളും. കാലങ്ങളായുള്ള കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണാനും കനാലുകൾ നവീകരിച്ച് ജലഗതാഗതം സുഗമമാക്കാനും കനാലുകൾക്ക് കുറുകെ പുതിയ പാലങ്ങൾ നിർമ്മിച്ച് യാത്രാ സൗകര്യം വർദ്ധിപ്പിക്കാനും സർക്കാർ നടപ്പാക്കിയ ബൃഹത് പദ്ധതികളെക്കുറിച്ച് നമുക്ക് കേൾക്കാം. ആലപ്പുഴ മണ്ഡലത്തിലെ അടിസ്ഥാനപരമായ മിക്കവാറും എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിന് ആവശ്യമായ നിലയിലുള്ള വലിയ സഹായമാണ് കിഫ്ബിയിൽ നിന്നും ലഭ്യമായിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ആലപ്പുഴയിലെ കുടിവെള്ള പ്രശ്നമാണ്. ആലപ്പുഴയിലെ ജനങ്ങൾക്ക് ആവശ്യമായ വെള്ളം കൊണ്ടുവരുന്നത് കരുമാടിയിലുള്ള വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ ശുദ്ധീകരിച്ച വെള്ളം അവിടെ നിന്നാണ് ആലപ്പുഴയിലേക്ക് എത്തുന്നത്. അപ്പോൾ പഴയകാലത്തെ ലൈനുകളും അതുപോലെ തന്നെ മുമ്പുണ്ടായിരുന്ന വാട്ടർ ടാങ്കുകളും ഒക്കെയാണ്. അതെല്ലാം മാറ്റി പുതിയ ലൈൻ സ്ഥാപിച്ച് പുതിയ വാട്ടർ ടാങ്കുകൾ സ്ഥാപിച്ച് കുടിവെള്ളം എത്തിക്കുന്നതിന് വേണ്ടി 300 കോടി രൂപയുടെ പദ്ധതിക്കാണ് അനുമതി ലഭിക്കുകയും ആ അനുമതി ലഭിച്ച പദ്ധതിയുടെ ഏതാണ്ടൊരു 50% ഇപ്പൊ നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയും. ബാക്കി വരുന്ന ഒരു വർഷക്കാലത്തിനുള്ളിൽ ബാക്കി എല്ലാ വാട്ടർ ടാങ്കിന്റെയും പണി പൂർത്തീകരിക്കാനും അതോടൊപ്പം തന്നെ ലൈനുകൾ മാറ്റി പൈപ്പ് ലൈനുകൾ മാറ്റി പുതിയ സ്ഥാപിക്കുകയും ചെയ്യുന്നതോടുകൂടി അങ്ങനെ 300 കോടി രൂപ അതിനു വേണ്ടി മാത്രം കിട്ടി. ഇത് കൂടാതെയാണ് ചെത്തിയിലെ ഫിഷിംഗ് ഹാർബർ. ജില്ലയുടെ ഏറ്റവും കൂടുതൽ തീരദേശ മേഖല അടങ്ങുന്ന ഒരു മണ്ഡലമാണ് ആലപ്പുഴ. അതിൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതൽ തൊഴിലിന് പോകുന്ന ഒരു പ്രദേശം. ഈ ജില്ലയിലെ ഇപ്പോഴും പ്രവർത്തനക്ഷമമായ ഒരു ഹാർബർ ഇല്ല. തോട്ടപ്പള്ളിയും അർത്തുങ്കലും ഉണ്ടെങ്കിലും അതിന്റെ നിർമ്മാണങ്ങൾ വേണ്ടത്ര ഇനിയും എത്തിയിട്ടില്ല. ഇപ്പോ അർത്തുങ്കലിന്റെ പുതിയ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ ചെത്തിയിലെ ഫിഷിംഗ് ഹാർബർ 180 കോടി രൂപയാണ് ആ ഫിഷിംഗ് ഹാർബറിന് വേണ്ടി ചെലവഴിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെയാണ് തീരദേശത്ത് ഒരു താലൂക്ക് ആശുപത്രി 105 കോടി രൂപ ചെലവഴിച്ച് ചെട്ടിക്കാട് ആശുപത്രിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏതാണ്ട് 75% പൂർത്തീകരിച്ചു. ഏപ്രിൽ മാസത്തോടു കൂടി ആ ആശുപത്രി പൂർത്തീകരിപ്പിക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ അതിനാവശ്യമായ എല്ലാ ഉപകരണങ്ങളും ഇപ്പൊ തന്നെ ഓർഡർ ചെയ്ത് കഴിഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ ആശുപത്രി നല്ല സ്ട്രെങ്തോടുകൂടി പ്രവർത്തിക്കാൻ കഴിയുന്നതിൽ അതിനുള്ള ഫണ്ട് ഗവൺമെന്റിൽ നിന്ന് ലഭ്യമായി. ആലപ്പുഴ കനാലുകൾ നഗരത്തിന്റെ ഹൃദയഭാഗത്തിലൂടെ കടന്നുപോകുന്ന ഒരു പ്രദേശമാണ്. ഇവിടെ തന്നെ 124 കോടി രൂപ ചെലവഴിച്ചാണ് ജില്ലാ കോടതി പാലം. ആ ജില്ലാ കോടതി പാലം അതിവേഗത്തിലാണ് നിർമ്മാണ പ്രവർത്തനം നടന്നുവരുന്നത്. ഏതാണ്ട് 45%
നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതിനകം പൂർത്തിയായി. അതിമനോഹരമായ ആ പാലം അതിന്റെ പണി പൂർത്തീകരിക്കുന്നതോടുകൂടി ആലപ്പുഴയിലെ ഗതാഗത പ്രശ്നം, പട്ടണത്തിനുള്ളിലുള്ള ഗതാഗത പ്രശ്നത്തിന് വലിയ പരിഹാരമുണ്ടാക്കാനും ടൂറിസ്റ്റുകളെ വലിയ തോതിൽ ആകർഷിക്കാനും കഴിയുന്നത് ആ പാലം 124. ഒരു ദ്വീപ് പോലെ ജീവിക്കുന്നതാണ് പുന്നമട കായലിന്റെ കിഴക്കേക്കര നെഹ്റു ക്രോസിംഗ്. അവിടുത്തെ ജനങ്ങൾ കടത്ത് വള്ളത്തിലാണ് വർഷങ്ങളായി പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് അവരുടെ ഒരു ആഗ്രഹമാണ് അക്കരയിലെത്താൻ ഒരു പാലം ഉണ്ടാകുക. ഭൂമിയുടെ അക്വിസിഷനും പാലത്തിന്റെ നിർമ്മാണവും എല്ലാമായി ചേർന്ന് വരുമ്പോൾ ഏതാണ്ട് 65 കോടി രൂപ ചെലവഴിച്ചാണ് പുന്നമട പാലത്തിന്റെ നിർമ്മാണം നടന്നു വരുന്നത്. 50% മുകളിൽ പണി ഇതിനകം പൂർത്തീകരിച്ചു. ഊരാളികൾ സൊസൈറ്റിയാണ് അതിന്റെ നിർമ്മാണ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് കൂടാതെ ഈ AS കനാലിന് കുറുകെ ചെറിയ 12 പാലം, വലിയ പാലങ്ങൾ എന്നുള്ള നിലയിൽ കൊമ്മാടി പാലം, ആറാട്ടുഴി പാലം, പോപ്പി പാലം, നമ്മുടെ വെള്ളാപ്പള്ളി പാലം, ഇതിനെല്ലാം കൂടി ചേർന്ന് നോക്കുമ്പോൾ ഏതാണ്ട് 140 കോടി രൂപ ഈ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമുക്ക് അനുവദിപ്പിച്ചു കിഫ്ബിയിൽ നിന്നും. അതുപയോഗിച്ചുകൊണ്ടുള്ള നിർമ്മാണം ഇപ്പോൾ 12 ചെറിയ പാലം പൂർത്തീകരിച്ചു, കൊമ്മാടി പാലത്തിന്റെ പണി പൂർത്തീകരിച്ചു, ശവക്കോട്ട പാലത്തിന്റെ പണി പൂർത്തീകരിച്ചു, വെള്ളാപ്പള്ളി പാലത്തിന്റെ പണി പൂർത്തീകരിച്ചു. 28 കോടിയോളം രൂപ ചെലവഴിച്ചിട്ടാണ് ഈ മട്ടാഞ്ചേരി പാലം, മട്ടാഞ്ചേരി ശവക്കോട്ട പാലത്തിന്റെ ശവക്കോട്ട പാലം മുതൽ മട്ടാഞ്ചേരി പാലം വരെയുള്ള ഭാഗത്തിൽ നിന്ന് നേരെ വടക്കോട്ടുള്ള കൊമ്മാടിയിൽ എത്തിച്ചേരുന്ന റോഡുകൾ അതിമനോഹരമായി അതിന്റെ നിർമ്മാണ പ്രവർത്തനം നടന്നു വരികയാണ്. ആലപ്പുഴ മണ്ഡലത്തിലെ സ്കൂളുകൾ, വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് സ്കൂൾ കെട്ടിടങ്ങൾ നിർമ്മിച്ചതും ഇനിയിപ്പോൾ അനുമതി കിട്ടിയതുമായി ഏതാണ്ട് 160 കോടി രൂപ വിദ്യാഭ്യാസ മേഖലയ്ക്ക് മാത്രമായി കിഫ്ബിയുടെയും, അതിനകത്ത് 40 കോടിയോളം രൂപ പ്ലാൻ ഫണ്ട് എന്നുള്ള നിലയിലാണ്, ബാക്കി 120 കോടിയോളം രൂപയും കിഫ്ബി പദ്ധതികൾ പ്രകാരം വിദ്യാഭ്യാസ മേഖലയിൽ ചെലവഴിക്കാൻ വേണ്ടിയിട്ടുണ്ട്. കളിക്കളങ്ങൾ, ആ കളിക്കളങ്ങളുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ ഏകദേശം 20 കോടിയോളം രൂപ കളിക്കളങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് കിഫ്ബിയിൽ നിന്ന് ലഭ്യമായിട്ടുണ്ട്. ആലപ്പുഴയുടെ പ്രധാനപ്പെട്ട എല്ലാ റോഡുകളും BNBC നിലവാരത്തിലുള്ള 1ാം നമ്പർ റോഡുകളാണ്. 148 കോടി രൂപ കിഫ്ബിയിൽ നിന്നും ഈ റോഡുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാത്രം ചെലവഴിച്ചു. ഇനിയിപ്പോൾ ഏതാനും റോഡുകളുടെ നിർമ്മാണം നടന്നു വരികയാണ്. അപ്പൊ അത്രയും തുക റോഡുകളുടെ നിർമ്മാണത്തിന് വേണ്ടി മാത്രം സ്റ്റേറ്റ് ബഡ്ജറ്റ് കൂടാതെ കിഫ്ബിയിൽ നിന്നും ധനസഹായമായി ലഭിച്ചു എന്നുള്ളതാണ് നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടത്താൻ കഴിഞ്ഞ ഇടപെടൽ. അസാപ്പ് സെന്റർ സ്കിൽ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കലൂരിൽ 20 കോടി രൂപ ചെലവഴിച്ചാണ് അത് നമുക്ക് നിർമ്മിക്കാൻ കഴിഞ്ഞു. അതൊരു മഹത്തായ നേട്ടം തന്നെയാണ്. തീരദേശത്ത് ഇത്തവണ കഴിഞ്ഞ വർഷമൊന്നും കടൽക്ഷോഭം അറിഞ്ഞില്ല. ഏതാണ്ട് 2 ഘട്ടങ്ങളിലായി 178 കോടി എന്ന് വെച്ചാൽ 180 കോടിയോളം രൂപ ഈ ചെട്ടികാട് മുതൽ അങ്ങ് ചേന്നവേലി വരെയുള്ള തീരദേശത്ത് ട്രെട്രോപോഡ് ഉപയോഗിച്ച് തീരസംരക്ഷണം നടത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിപ്പിക്കാൻ കഴിഞ്ഞു. ടൂറിസത്തിന്റെ വിവിധ പദ്ധതികൾ ഇപ്പൊ അടുത്ത ഈ മാസം തന്നെ അതിന്റെ നിർമ്മാണം ഉദ്ഘാടനം ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. കിഫ്ബിയുടെ സഹായത്തോടു കൂടി ഏതാണ്ട് 22 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള നമ്മുടെ കടൽപ്പാലത്തിന് സമാന്തരമായി, പഴയ കടൽപ്പാലം ഇനി ഉപയോഗിക്കാനൊക്കെ ഇല്ലല്ലോ, ടൂറിസ്റ്റുകൾക്ക് പോകാനും എല്ലാം കഴിയുന്ന നിലയിൽ റെസ്റ്റോറന്റുകളടക്കം വരുന്ന നിലയിലുള്ള ഒരു പുതിയ ഒരു പാലം നമ്മളവിടെ നിർമ്മിക്കാൻ പോവുകയാണ്. അതും കിഫ്ബി പദ്ധതി പ്രകാരമാണ്. നമ്മുടെ കനാലുകളുടെ നവീകരണം, അതുപോലെ തന്നെ മ്യൂസിയങ്ങളുടെ നിർമ്മാണം, ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഏകദേശം കഴിഞ്ഞ 10 വർഷക്കാലം, ഈ വർഷം മാത്രമല്ല, കഴിഞ്ഞ ഈ കിഫ്ബി തുടങ്ങിയ കാലം മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ ഏതാണ്ട് 100-140 കോടിയോളം രൂപ
അത്തരത്തിലുള്ള പല പദ്ധതികൾക്ക് വേണ്ടി ചെലവഴിപ്പിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് കാണേണ്ടത് ആരോഗ്യരംഗം, വിദ്യാഭ്യാസ രംഗം, കുടിവെള്ള പ്രശ്നം, അതുപോലെ തന്നെ നമ്മുടെ തീരദേശത്തിന്റെ സംരക്ഷണം അടക്കമുള്ള സ്ഥായിയായ നിരവധി വിഷയങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുവാൻ കിഫ്ബി മുഖാന്തരം കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ആലപ്പുഴയുടെ വികസനം കഴിഞ്ഞ ഏകദേശം ഒരു 10-40 വർഷക്കാലത്തിനുള്ളിൽ നടത്താൻ കഴിഞ്ഞതെല്ലാം കൂടെ ചേർത്ത് ഈ പരിമിതമായ കാലത്തിനുള്ളിൽ തന്നെ കിഫ്ബിയുടെ ധനസഹായത്തോടുകൂടി നിർവഹിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ നാട് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു വികസന മുന്നേറ്റം. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും അംഗീകരിക്കുന്ന വലിയ ഇടപെടലാണ് ആലപ്പുഴയുടെ വികസനവുമായി ബന്ധപ്പെട്ട് നമുക്ക് നിർവഹിക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത്. ചെത്തി ഹാർബറിന്റെ നിർമ്മാണം നടന്നു വരിക, അത് നമുക്ക് ഞങ്ങൾ ലക്ഷ്യം വെച്ച് ജനുവരി 30 പൂർത്തീകരിക്കണം. പക്ഷേ ഈ പാരിസ്ഥിതിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഈ മല ഇടിക്കാനൊക്കെ ഇല്ലല്ലോ, കല്ലില്ല. ഇപ്പൊ തമിഴ്നാട്ടിൽ നിന്നാണ് കല്ല് കൊണ്ടുവരുന്നത്. കഴിഞ്ഞ ഒരു വർഷക്കാലമായി തമിഴ്നാട്ടിൽ നിന്ന്, ഇപ്പൊ കേരളത്തിൽ നിന്നാണ് കല്ല് വന്നാൽ ഒരു ദിവസം ഒരു 100-150 ലോഡ് വരാൻ കഴിയും. ആ സ്ഥലത്ത് 20-25 ലോഡ് കല്ല് തമിഴ്നാട്ടിൽ നിന്നാണ് വരുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ കമ്മീഷൻ ചെയ്യാൻ കഴിയുമായിരുന്നു. എന്തായാലും നമുക്കൊരു ജൂൺ മാസത്തിന് മുമ്പായി ആ ഹാർബർ കമ്മീഷൻ ചെയ്യാൻ കഴിയും. കിഫ്ബിയുടെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും സുപ്രധാനമായ ഒരു ഇടപെടലുണ്ടായിരിക്കുന്നതാണ് KSTPയുടെ വികസനത്തിൽ നിർണായകമായി മാറാൻ പോകുന്ന ക്യാൻസർ രോഗത്തിന് ആവശ്യമായ ചികിത്സയ്ക്ക് ആവശ്യമായ മരുന്ന് നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള ഓങ്കോളജി ഫാർമ പാർക്ക് 231 കോടി രൂപയാണ് ഭരണാനുമതി തന്നിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള സ്ഥലം അതെല്ലാം പൂർത്തീകരിച്ചു. ബാക്കി സാങ്കേതികമായ എല്ലാ കാര്യങ്ങളും ചെയ്തു. ഇപ്പോൾ AS ഇറങ്ങും. സ്റ്റേറ്റ് ബഡ്ജറ്റ്, സ്റ്റേറ്റിന്റെ ഒരു 50 കോടി രൂപ സ്റ്റേറ്റിന്റെ വീതവും അതുകൂടെ ചേർത്തുകൊണ്ടാണ് ആ ഓങ്കോളജി പാർക്ക് പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്നത്. അത് നമ്മുടെ രാജ്യത്തിന് തന്നെ ഏറ്റവും നിർണായകമായ ഒരു ഇടപെടലാണ് ഈ കിഫ്ബി മുഖാന്തരം ഉണ്ടായിട്ടുള്ള ഈ ഓങ്കോളജി ഫാർമ പാർക്കിന്റെ നിർമ്മാണം. അല്ല, ഇന്നിപ്പോ നമ്മുടെ കേരള KSTPയിൽ ഉത്പാദിപ്പിക്കുന്ന മരുന്നുകൾ നമ്മുടെ സംസ്ഥാനത്തെ മെഡിക്കൽ സയൻസ് കോർപ്പറേഷൻ മുഖാന്തരം ഗവൺമെന്റ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇന്ന് പുറത്തുനിന്ന് വലിയ വില കൊടുത്താണ് നമ്മൾ ക്യാൻസർ രോഗത്തിന് മരുന്ന് വാങ്ങുന്നത്. മിതമായ നിരക്കിൽ മരുന്ന്, നല്ല ഗുണനിലവാരമുള്ള മരുന്ന്, ഇതിനാവശ്യമായ മരുന്ന് അത് നമുക്ക് വില കുറച്ച് ലഭ്യമാകുന്നു എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. പലപ്പോഴും മരുന്നിന്റെ ഷോർട്ടേജ് പലപ്പോഴും ഈ ചികിത്സയുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങൾക്കും നീണ്ടുപോകാനിടയാക്കുന്നുണ്ട് ചില ട്രീറ്റ്മെന്റിന്റെ. അതെല്ലാം വളരെ വേഗതയിൽ തന്നെ പൂർത്തീകരിക്കുവാൻ ഈ ഉത്പാദനം നമുക്ക് ആരംഭിക്കുന്നതിലൂടെ കഴിയും. ആ നിലയിൽ ഇന്നത്തെ ഒരു സാമൂഹ്യ വിപത്ത് എന്നുള്ളതിൽ ഇതൊക്കെയാണല്ലോ ക്യാൻസർ രോഗം. ആ രോഗം വന്നിട്ടുള്ള അല്ലെങ്കിൽ ആ രോഗവുമായി ബന്ധപ്പെട്ട് ചികിത്സിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമായിരിക്കും ഈ പുതിയ ഈ ഓങ്കോളജിയുടെ ഈ യൂണിറ്റ് ഉണ്ടാകുന്നത്. വികസന തുടർച്ചയുടെ അടുത്ത യാത്ര കേരളത്തിന്റെ ഗതാഗത ഭൂപടത്തിൽ നിർണായക സ്ഥാനമുള്ള ഭാരതപ്പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നതുമായ ഷൊർണൂർ നിയോജക മണ്ഡലത്തിലൂടെയാണ്. ഷൊർണൂർ മണ്ഡലത്തിന്റെ പുരോഗതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മികച്ച ഗതാഗത സൗകര്യങ്ങൾ. സംസ്ഥാനത്തെ പ്രധാന റെയിൽവേ ജംഗ്ഷനുകളിലൊന്നാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നതിനാൽ റോഡ് മാർഗമുള്ള കണക്ടിവിറ്റിക്ക് വലിയ പ്രാധാന്യമുണ്ട്. പൊതുമരാമത്ത് വകുപ്പ് കിഫ്ബിയുടെ സാമ്പത്തിക സഹായത്തോടെ ഈ മേഖലയിൽ നടപ്പിലാക്കിയ പദ്ധതികൾ ഷൊർണൂറിന്റെ വളർച്ചയ്ക്ക് അനിവാര്യമായ ഘടകമായിരുന്നു. മണ്ഡലത്തിൽ കഴിഞ്ഞ 10 വർഷം കൊണ്ട് സംസ്ഥാന സർക്കാർ കിഫ്ബിയിലൂടെ നടപ്പിലാക്കിയ വികസന പദ്ധതികൾ നോക്കുമ്പോൾ ഗതാഗതം, കുടിവെള്ളം, വിദ്യാഭ്യാസം, ആരോഗ്യം, നൈപുണ്യ വികസനം തുടങ്ങി പ്രധാനപ്പെട്ട എല്ലാ മേഖലകളിലും കാര്യമായ പുരോഗതി ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കിയത് എന്ന് മനസ്സിലാക്കാം. മണ്ഡലത്തിന്റെ കൂടുതൽ വികസന വിശേഷങ്ങൾ നമുക്ക് കാണാം.
കേരളത്തിൻ്റെ വികസന കുതിപ്പിന് ഏറ്റവും പ്രയോജനപ്രദമായ ഫലപ്രദമായ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കിഫ്ബി പദ്ധതിയുടെ ഷൊർണൂർ മണ്ഡലത്തിലെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട റോഡുകൾ നേരത്തെ PWDയുടെ കീഴിലുണ്ടായിരുന്ന ചെർപ്പളശ്ശേരി പെരിന്തൽമണ്ണ റോഡ്, അതുപോലെ തന്നെ ഒറ്റപ്പാലം പെരിന്തൽമണ്ണ റോഡ്, അടയ്ക്കാപുത്തൂർ കല്ലുവഴി റോഡ്, ശ്രീകൃഷ്ണപുരം മുറിയങ്കണ്ണി ചെത്തല്ലൂർ റോഡ്, വാണിയംകുളം പത്തംകുളം റോഡ് തുടങ്ങിയ ഈ റോഡുകൾക്കെല്ലാം കൂടി 140 കോടി രൂപയിലധികം വരുന്ന ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ഫലപ്രദമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനു പുറമെ വിദ്യാലയങ്ങളുടെ നവീകരണവുമായി ബന്ധപ്പെട്ട് ചെർപ്പളശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂള്, അതുപോലെ തന്നെ വെള്ളിനേഴി ഹയർ സെക്കൻഡറി സ്കൂള്, മാരായമംഗലം ഹയർ സെക്കൻഡറി സ്കൂള്, അതുപോലെ തന്നെ ഗണേഷ്ഗിരി സ്കൂള്, ഈ സ്കൂളുകൾക്കെല്ലാം കൂടി മൊത്തം 10 കോടി രൂപയുടെ ഫണ്ട് അനുവദിക്കുകയും അതിൽ ചെർപ്പശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ കെട്ടിട നിർമ്മാണം നേരത്തെ പൂർത്തീകരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. മറ്റ് 3 ഗണേഷ്ഗിരി സ്കൂളിൻ്റെ കമ്പനി പൂർത്തിയാക്കി, മാരായമംഗലം വെള്ളിനേഴിയും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് പുറമെ IPT എന്ന് പറയുന്ന കൊളപ്പള്ളിയിൽ പ്രവർത്തിക്കുന്ന ആ സ്ഥാപനത്തിന് 2.5 കോടി രൂപയുടെ പദ്ധതിയുടെ കെട്ടിട നിർമ്മാണം അവിടെ പൂർത്തിയാക്കിയിട്ടുണ്ടെന്ന് അർത്ഥം. മറ്റൊരു മേഖല കുടിവെള്ള വിതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഷൊർണൂരിൽ നേരത്തെ പ്രവർത്തിക്കുന്ന തടയണയിൽ നിന്ന് വെള്ളം ശേഖരിച്ച് ഷൊർണൂരിലെ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിലേക്ക് അടിച്ച് ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിലേക്കും വാണിയംകുളം പഞ്ചായത്തിലേക്കും വെള്ളം കൊടുക്കുന്ന പദ്ധതിയാണ്. പക്ഷേ ആ പദ്ധതിയുടെ നിലവിലുള്ളൊരു സ്ഥിതി വെച്ചുകൊണ്ട് ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിൽ പൂർണ്ണമായി വെള്ളം എത്തിക്കാനും കഴിഞ്ഞിരുന്നില്ല. അതുപോലെ തന്നെ വാണിയംകുളത്ത് കൊടുക്കണമെങ്കിലും പുതിയ ടാങ്ക് നിർമ്മാണം ആവശ്യമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായി കുടിവെള്ള മേഖലയിൽ 28 കോടി രൂപയുടെ പദ്ധതി വിഭാവനം ചെയ്ത് അതിൻ്റെ നടപടികളെല്ലാം പൂർത്തിയാക്കി പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടി പോവുകയാണെന്നർത്ഥം. മറ്റൊരു പ്രവൃത്തി പട്ടാമ്പി നിള IPT എന്ന് പറയുന്ന റോഡാണ്. പട്ടാമ്പിയിൽ നിന്ന് പാലക്കാട്ടേക്ക് വരുന്ന റോഡിൽ നിള ആശുപത്രി മുതൽ ഈ IPT ജംഗ്ഷൻ വരെ ഒരു നിർമ്മാണ പ്രവർത്തനം ദ്രുതഗതിയിൽ നടക്കുന്നുണ്ട്. പട്ടാമ്പി മണ്ഡലം എന്ന നിലക്ക് വേണമെങ്കിൽ പറയാം. എന്നാൽ IPT മുതൽ കൊളപ്പള്ളി ജംഗ്ഷൻ വരെ ഏറെക്കുറെ 1,800 മീറ്റർ ഇതിൻ്റെ തുടർച്ച എന്ന നിലക്കുള്ള അതിൻ്റെ പ്രവൃത്തി ഏറ്റെടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ നിർദ്ദേശം കിഫ്ബിയിൽ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നിള IPT റോഡിൻ്റെ നിർമ്മാണം പൂർത്തിയാകുന്ന മുറക്ക് തന്നെ അതിൻ്റെ തുടർച്ച എന്ന നിലക്ക് ബാക്കി വരുന്ന ഈ കൊളപ്പള്ളി വരെയുള്ള ഭാഗങ്ങൾ ഏറ്റെടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. എത്രയും വേഗം അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടിയുള്ള സഹായകരമായ നിലപാട് കിഫ്ബിയുടെ ഭാഗത്ത് നിന്നുണ്ടാകണം എന്നാണ് പറയുന്നത്. മറ്റൊന്ന്, പട്ടാമ്പിയിൽ നിന്ന് തീരദേശം വഴി പട്ടാമ്പിയിൽ നിന്ന് പുഴ കടന്നാൽ പുതിയ പാലം വരുന്നുണ്ട്. അവിടെ നിന്ന് പട്ടാമ്പിയിലേക്ക് കടന്നാൽ പിന്നീട് നമ്പറം വഴി അങ്ങനെ ഓങ്ങല്ലൂർ പഞ്ചായത്ത് വഴി കാരക്കാട് കടന്ന് ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിലേക്ക് വന്ന് കൊച്ചി പാലത്തെ ബന്ധിപ്പിക്കുന്ന പൂർണ്ണമായും തീരദേശ റോഡാണ്. അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ നടപടിയെല്ലാം പൂർത്തിയാക്കി, സർവേ കഴിഞ്ഞു, ഇൻവെസ്റ്റിഗേഷൻ പൂർത്തിയാക്കി അതിൻ്റെ പ്രപ്പോസൽ സമർപ്പിക്കപ്പെട്ടു. അങ്ങനെ വന്നാൽ കുറ്റിപ്പുറത്ത് നിന്ന് നേരെ തീരദേശം വഴി തൃത്താലയിലൂടെ വന്ന് പട്ടാമ്പിയിലേക്ക് കയറി പട്ടാമ്പിയുടെ ഭാഗത്ത് തീരദേശത്ത് കൂടെ വന്ന് ഷൊർണൂർ ബന്ധിപ്പിച്ച് കൊച്ചി പാലത്തിലേക്ക് എത്താൻ കഴിയുന്ന ഒരു റോഡിൻ്റെ പ്രപ്പോസൽ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അത് ഉൾപ്പെടുത്തണം എന്നുള്ള ഇതിനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നാണ്. റോഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ അതാണ്. അതുപോലെ തന്നെ ആശുപത്രി കിഫ്ബി പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 1,70,00,000 MLA ഫണ്ടും ആ കിഫ്ബി ഫണ്ടും ഉപയോഗിച്ച് ഐസൊലേഷൻ വാർഡ് ചെർപ്പളശ്ശേരി നമ്മുടെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ ഭാഗമായി പ്രവർത്തനം നേരത്തെ ആരംഭിച്ചിട്ടുണ്ട്.
അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തുടർ നടപടികൾ ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട്. അനുബന്ധമായി എക്സ്റേ പ്ലാന്റ് വേറെ MLA ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ ആശുപത്രി രംഗത്ത് 1,70,00,000 ഉപയോഗിച്ച് ഐസൊലേഷൻ വാർഡ് ഫലപ്രദമായി നിർമ്മാണം പൂർത്തിയാക്കി പ്രവർത്തനം ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് ഇതിൻ്റെ ഭാഗമായി പറയാനുള്ളത്. വികസന തുടർച്ചയുടെ അടുത്ത യാത്ര പൂരങ്ങളുടെ നാടായ തൃശൂർ ജില്ലയിലെ ചരിത്രവും പാരമ്പര്യവും കാർഷിക സംസ്കൃതിയും ഇഴചേർന്ന് കിടക്കുന്ന എന്നാൽ വികസനത്തിന്റെ പാതയിൽ പുത്തൻ കാൽവെപ്പുകൾ നടത്തുന്ന ചേലക്കര നിയോജക മണ്ഡലത്തിലൂടെയാണ്. ദീർഘകാലമായി മുടങ്ങിക്കിടന്നിരുന്ന വലിയ സാമ്പത്തിക ബാധ്യത കാരണം തുടങ്ങാൻ മടിച്ചു നിന്നതുമായ നിരവധി പദ്ധതികളാണ് കഴിഞ്ഞ 10 വർഷം കൊണ്ട് സംസ്ഥാന സർക്കാരും കിഫ്ബിയും ചേർന്ന് ജീവൻ നൽകിയത്. ഇത് കേവലം കെട്ടിടങ്ങൾ നിർമ്മിക്കൽ മാത്രമല്ല, നാടിന്റെ ഭാവിക്കുള്ള വലിയ നിക്ഷേപം കൂടിയാണ്. റോഡുകൾ, പാലങ്ങൾ, സ്കൂളുകൾ, കോളേജുകൾ, ആശുപത്രികൾ, സർക്കാർ ഓഫീസുകൾ, കുടിവെള്ള പദ്ധതികൾ അങ്ങനെ നീളുന്നു കിഫ്ബി പിന്തുണയോടെ യാഥാർത്ഥ്യമാക്കിയ പദ്ധതികളുടെ നിര. ചേലക്കര നിയോജക മണ്ഡലത്തിന്റെ കൂടുതൽ വികസന വിശേഷങ്ങൾ നമുക്ക് കാണാം. ചേലക്കര മണ്ഡലത്തിൽ 9 ഗ്രാമപഞ്ചായത്തുകളാണ് ഉള്ളത്. 9 ഗ്രാമപഞ്ചായത്ത് തിരുവില്ലാമല, പഴയന്നൂർ, കൊണ്ടാഴി, അതുപോലെ തന്നെ ചേലക്കര, മുള്ളൂർക്കര, പാഞ്ഞാൽ, വരവൂർ, ദേശമംഗലം, വള്ളത്തുള്ളകർ തുടങ്ങിയ ഗ്രാമപഞ്ചായത്തുകളാണ് ചേലക്കരയിലുള്ളത്. ചേലക്കരയെ സംബന്ധിച്ച് ചേലക്കര മണ്ഡലം ഒരു ഗ്രാമീണ മേഖലയാണ്. ഗ്രാമീണരാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. എന്ന് വെച്ചാൽ കൃഷിക്കാരും കർഷക തൊഴിലാളികളും ഉൾപ്പെടെയുള്ള ആളുകൾ താമസിക്കുന്ന ഒരു മണ്ഡലമായതുകൊണ്ട് കാർഷിക മേഖലയാണ് ഏറ്റവും കൂടുതൽ അവിടെ പ്രാധാന്യമുള്ളത്. ഇപ്പോൾ പുതിയ തലമുറകളാണ് അവരുടെ വിദ്യാഭ്യാസം മെച്ചപ്പെട്ട വിദ്യാഭ്യാസമായി മാറി IT രംഗത്തും പുതിയ തൊഴിൽ രംഗത്തെല്ലാം മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നേരത്തെ കാലഘട്ടം അനുസരിച്ച് അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക, കുട്ടികൾക്ക് മറ്റ് മണ്ഡലങ്ങളെ പോയി പഠിക്കേണ്ടതെല്ലാം നേരത്തെ ഞങ്ങൾ ഘട്ടം ഘട്ടമായി അത് മാറ്റി ഇവിടെ തന്നെ വന്ന് പഠിക്കാനും ഇവിടെ ചേലക്കരയിൽ വന്ന് മറ്റ് വിദ്യാഭ്യാസങ്ങളെല്ലാം പ്രത്യേകിച്ച് ഡിഗ്രിയും അതുപോലെ തന്നെ ഈ ITIയും പോളിടെക്നിക്കും ഉൾപ്പെടെയുള്ള കോഴ്സുകളെല്ലാം ഇവിടെ തന്നെ വന്ന് പഠിക്കാൻ വേണ്ടിയുള്ള സൗകര്യം ഇപ്പോൾ ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു വിദ്യാഭ്യാസ രംഗത്ത് ഒരു വലിയ ചാട്ടം ഉണ്ടായിട്ടുണ്ട്. നമുക്ക് പട്ടികജാതി കുട്ടികൾ പഠിക്കുന്നതും അങ്ങനെ തന്നെ മറ്റ് വിഭാഗക്കാർ കുട്ടികൾ പഠിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഇപ്പോൾ ഘട്ടം ഘട്ടമായി ചേലക്കരയിൽ മാറ്റം വരുത്തി കൊണ്ടുവന്നിട്ടുണ്ട്. മുൻകാലങ്ങളിൽ വെച്ച് വലിയ വളർച്ച ചേലക്കരയ്ക്കകത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. യാത്രാ സൗകര്യങ്ങളും ധാരാളം ഇപ്പോൾ ഈ LDF ഗവൺമെൻറ് വന്ന ശേഷം കൂടുതൽ നമുക്കത് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ 8-9 വർഷത്തിനിടയിൽ അത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ 2016 മുതൽ 21 വരെയുള്ള കാലഘട്ടത്തിലാണ് ആദ്യമായി നിയമസഭയിൽ വരുന്നത്. ആ സമയത്ത് ചേലക്കരയിൽ കിഫ്ബിയുടെ സഹായം ഉപയോഗിച്ചുകൊണ്ട് ധാരാളം നമുക്ക് പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇതിന് ശേഷം നമ്മുടെ പ്രിയങ്കരനായ ശ്രീ K. രാധാകൃഷ്ണൻ അദ്ദേഹം മന്ത്രിയായ ശേഷം വീണ്ടും ഒരു 3 കൊല്ലം അതിൻ്റെ തുടർച്ച നൽകി കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. ഇനിയുള്ള ശേഷിക്കുന്ന ഒരു 1-1.5 കൊല്ലം എനിക്കും അതിൻ്റെ ഒരു വീണ്ടും ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചു വന്ന ശേഷം വീണ്ടും അതിൻ്റെ തുടർച്ച നൽകി മണ്ഡലത്തിലെ ചില ലക്ഷ്യം വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി നമുക്ക് ചേലക്കരയെ സംബന്ധിച്ച് ഞങ്ങളിപ്പോൾ ആലോചിച്ചത് ഭാവി തലമുറകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വിദ്യാഭ്യാസം കൂടി എല്ലാ കുട്ടികൾക്കും നല്ല വിദ്യാഭ്യാസം നിലവാരത്തിലുള്ള കുട്ടികളായതുകൊണ്ട് അവർ മറ്റ് സ്ഥലങ്ങൾക്ക് ജോലി തേടി പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനെ നമുക്ക് ഇവിടെ തന്നെ IT രംഗത്തെല്ലാം ഒരു തൊഴിൽ കൊണ്ടുവരാൻ വേണ്ടി വർക്ക് നിയർ ഹോം എന്നുള്ള പദ്ധതികളെല്ലാം ഗവൺമെൻറ് ഇപ്പോൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഉപയോഗപ്പെടുത്തി നമുക്കിപ്പോൾ ഗവൺമെൻറ് കൈവശമുള്ള സ്ഥലം കുറച്ചുണ്ടെങ്കിലും ഇനി സ്വകാര്യ വ്യക്തികളെ സമീപിച്ച് ആ സ്ഥലം കൂടെ ഗവൺമെൻറ് കിട്ടത്തക്ക രീതിയിൽ ഉണ്ടെങ്കിൽ അതിലൊരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഭൂമി കിട്ടുന്ന മുറയ്ക്ക് നമുക്ക് ഈ മൾട്ടി ലെവൽ സ്റ്റോറേജ് ബിൽഡിങ്ങിൽ അവിടെ തന്നെ വീടിൻ്റെ അടുത്തുള്ള ആളുകൾക്ക് വന്ന് ജോലി ചെയ്യാനും വിദേശ കമ്പനികളുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യാനുള്ള സാധ്യതകൾ ധാരാളം ഇപ്പോൾ സംസ്ഥാനത്ത് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ചേലക്കരയിലും
കൊണ്ടുവരാൻ കഴിയുമോ എന്ന രീതിയിൽ ഞങ്ങളൊരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭാവി തലമുറകൾക്ക് അതൊരു വലിയ ആശ്വാസമായി മാറും. കിഫ്ബിയുടെ ധനസഹായത്തോടെ ഓരോ മണ്ഡലത്തിലും സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ഈ വികസന പ്രവർത്തനങ്ങൾ മണ്ഡലത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുമെന്നതിൽ സംശയമില്ല. വികസന തുടർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റ് മണ്ഡലങ്ങളിലെ വികസന വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.